എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ടെല്ലാം കിഴിക്കത്തിന്റെ കിഴിയിലേക്ക് പോവാം. കിഴി നിറയെ എന്റർടൈൻമെന്റ്സ് പോന്നോട്ടെ. തുറന്നു എത്ര ഉണ്ട് കിഴി? 10 രൂപ ഉണ്ടാവും. പെട്ടെന്ന് തുറക്കാം. അധികം ചെറുക്കാന്ന് കണ്ട പെട്ടെന്ന് പണി തുടങ്ങിക്കോ. ചിലപ്പൊക്കെ പിന്നെ ഫസ്റ്റ് വൺ സെയ്യാര. തിയേറ്ററിൽ ഇങ്ങനെ പ്രകമ്പനം. തെയ്യാരയാണ് തിയേറ്ററിൽ തെയ്യാരയാണ്. ഞാൻ ഏത് വാക്ക് ഉപയോഗിച്ചതിനെ പുകഴ്ത്തി പറയുമെന്ന് ചിന്തിച്ച് നിൽക്കുകയായിരുന്നു. അപ്പൊ തെയ്യാര മതി. തെയ്യാര നടത്തിക്കൊണ്ടിരിക്കുകയാണ് തിയേറ്ററിൽ. 4 ദിവസം കൊണ്ട് 106.75 CR നേടിയിട്ടുണ്ട് കേട്ടോ. ഗംഭീരമാണ്. ഇന്നലെ 84 84 22 കോടി. അതായത് എൻ്റെ 3ാമത്തെ ദിവസത്തിലാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്നത്. 30 അതെനിക്ക് തോന്നുന്നു. ശരിയാ. അത് അതെ ശരിയാ. ഏറ്റവും കൂടുതൽ 33 അങ്ങനെ എന്തായാലും ഒരു റൊമാൻറ്റിക് ഫിലിമാണ്. അടിച്ചു കയറി വരുന്നുണ്ട്. 2K പിള്ളേരുടെ ആഷിക്കി 2 ആണെന്നൊക്കെ പറയുന്നുണ്ട് പലരും. നമ്മൾ കണ്ടിട്ടില്ല, ഇവിടെ ഒന്നും തിയേറ്ററിൽ എത്തിയിട്ടില്ല. ഇത് കൊറിയൻ സിനിമന്റെ റീമേക്ക് ആട്ടോ. Catch 237. അൻപർ മാസ്റ്റേഴ്സ് ഡയറക്ട് ചെയ്യുന്ന സിനിമ. സിനിമയുടെ ഷൂട്ട് ഓഗസ്റ്റ് 14 തുടങ്ങും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ. കമൽഹാസനും കല്യാണി പ്രിയദർശൻ പിന്നെ ആരൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞൂടാ. അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കണ്ട. നമ്മൾ ഒറ്റ കാര്യം ചിന്തിച്ച ആക്ഷൻ. അതല്ല, കമൽഹാസൻ ഇതിലൂടെ തിരിച്ചു വരുമോ? ഇന്ത്യൻ 2 അല്ല ഇന്ത്യൻ 3 തിരിച്ചു വരുമോ? ഇല്ല. ഇനി തന്നെ തിരിച്ചു വരുള്ളൂ. അല്ലേ? സാധ്യതയുള്ളൂ. അതാണ് പ്രതീക്ഷ. ഓക്കെ. മിറൈ. തേജ സജ്ജ നായകനാവുന്ന സിനിമയാണ് മിറൈ. നമ്മുടെ ജയറാം ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. സിനിമയുടെ റിലീസ് ഡേറ്റ് സെപ്റ്റംബർ 5 ഓക്കെ. സിനിമയുടെ ഒരു സോങ് വരുന്നുണ്ട് ജൂലൈ 26. വൈബുണ്ടി. അത് എനിക്കറിയാമായിരുന്നു, നീ ഇത് തെറ്റിക്കൂലാണ്. അതിലൊരു അക്ഷരത്തിന്റെ കുറവുള്ളൂ. ഐസ് എന്ന് പറയണെങ്കിൽ ഉണ്ടിയിൽ ഉള്ള അക്ഷരമല്ല നീ ഉദ്ദേശിച്ചത്? പോയ അക്ഷരം, നല്ല അക്ഷരമല്ല. അടുത്തത് എന്തായാലും സിനിമ സംവിധാനം ചെയ്യുന്നത് കാർത്തിക് ഘട്ടംനേനി. ഘട്ടംനേനി അത് ചെയ്യാലേ. ഓരോ അക്ഷരങ്ങളും ഘട്ടം ഘട്ടമായിട്ട് വന്നോളും. ഓക്കെ. അത് സിനിമ തുടങ്ങി കഴിയുമ്പോഴേ. ഹരിഹര വീരമല്ലു സിനിമ ഇന്ന് റിലീസാണ്. ഞങ്ങളവിടെ തിയേറ്ററിൽ ഇരിക്കേണ്ട സമയമാണിത്. നല്ല ചിന്തയുണ്ടോ? തിയേറ്റർ ഓണേഴ്സിന് ആ ചിന്തയില്ല. അതെ, അവരിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ 6 മണിക്കാ വൈകുന്നേരം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അവർ എപ്പോൾ തരണം എന്നുള്ള അവർ തീരുമാനിക്കും. എന്താണെങ്കിലും 6 മണിക്കത്തെ ഷോയ്ക്ക് ഞങ്ങൾ ഫസ്റ്റ് ഷോ. അതെ, അതാണ് നമ്മുടെ എപ്പോഴും പ്രിഫറൻസ് കൊടുക്കാറുള്ളത്. തിയേറ്ററിൽ അതൊന്നും പറയില്ലടാ, വിളിച്ചാണ് തോന്നുന്നത്. എന്താണെങ്കിലും സിനിമേന്റെ ഡ്യൂറേഷൻ 2 മണിക്കൂറും 44 മിനിറ്റുമാണ് കേട്ടോ. ഇത് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫ് വരുന്നത് 1 മണിക്കൂറും 26 മിനിറ്റും, സെക്കൻഡ് ഹാഫ് വരുന്നത് 1 മണിക്കൂറും 18 മിനിറ്റും. ഓക്കെ, നല്ല ഡ്യൂറേഷൻ കേട്ടോ. 2:44 എന്ന് പറയുമ്പോൾ എന്തായാലും വേഫർ ഫിലിംസ് ആണ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. മലയാളം ഉണ്ട് കേട്ടോ. മലയാളത്തിൽ അത്യാവശ്യം നല്ല പ്രതീക്ഷയുള്ള സിനിമയാണ്. എന്താണാവോ, ഇതുവരെ റിവ്യൂകളൊന്നും വന്നിട്ടില്ല. നോക്കാം, നമുക്ക് വന്നോളൂ. എന്താ ഒരു പുഞ്ഞം. ഓക്കെ. സൂര്യ 46 വെങ്കി അട്ടൂരി സംവിധാനം ചെയ്ത് സൂര്യനായകനാവുന്ന സിനിമയാണ്. മമിത ബൈജു ആണ് നായിക. സിനിമയുടെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. ബർത്ത്ഡേ സ്പെഷ്യൽ പോസ്റ്റർ. കിടിലൻ ലുക്ക്. അതെ, സൂര്യ. കറുപ്പ് ആണ് ഇനി അല്ലേ? കറുപ്പിന്റെ കാര്യത്തിലാണ്. നോക്കാം. അതെ. അടുത്തത് ജാംപി. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ജോർജ് കോരയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. സിനിമയില് നായകനായിട്ട് നിവിൻ പോളി ആയിരിക്കും എന്നുള്ള റൂമറുകൾ കേൾക്കുന്നുണ്ട്. ഇത് അന്ന് മുതലേ, തുടക്കം മുതലേ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ശക്തമായി. ജാംബി, അതായത് മലയാളത്തിലെ ആദ്യത്തെ സോംബി ചിത്രം. വല അതിന് മുൻപ് വരികയാണെങ്കിൽ വലയാവും കേട്ടോ. സോംബി സിനിമകൾ ഇഷ്ടം പോലെ വരുന്നത്. വേറെ ഏതോ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, അത് നരിവേട്ടയുടെ പ്രൊഡ്യൂസർ ചെയ്യുന്ന സിനിമ. നീ ഇപ്പൊ തന്നെ സോംബി ആവുന്നുണ്ടോ?
അതിന് കുറച്ച് സമയം കൂടി എടുക്കും, ഇത്തിരി സമയം കൂടി കഴിഞ്ഞാൽ ആവും. അതെ, ഇപ്പം തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട് ചൂടെടുത്തിട്ട് എനിക്ക് വയ്യ. അത് സത്യമായിട്ട് ഞാൻ മാത്രം ഇരുന്ന് വേർക്കുന്നു, ഇവനൊരു കുഴപ്പമില്ല. എനിക്ക് ചൂടില്ലെന്ന്, അതെന്താന്നാവോ? നിനക്ക് ചൂടില്ല അല്ലേ? ഈ എപ്പിസോഡിനും നീ ആ ചൂട് കൊടുക്കുന്നില്ല, പെട്ടെന്ന് പോരണം. മറ്റേ ലാലട്ടൻ നായകനായ സീസൺ സിനിമ റീമേക്ക് ചെയ്യാൻ പല തവണ ആവർത്തിച്ച് കേണ് അപേക്ഷിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഫഹദ് ഫാസിൽ പറഞ്ഞിരിക്കുന്നത്. അത് അമൽ നീരദ് ഈ ഒരു കണ്ടന്റ് ഈ രീതിയിൽ ചെയ്താൽ രസമായിരിക്കുമല്ലേ? പക്ഷെ ഇന്നത്തെ കാലഘട്ടം എനിക്ക് തോന്നുന്നില്ല അതായത് പുതിയൊരു പരിപാടിയെ മാറും. പക്ഷേ സീസൺ അത് വേറെ സാധനം. അത് എനിക്ക് തോന്നുന്നത്, അതായത് ഫഹദിനെ മിക്കവാറും ആ മഹേഷിന്റെ പ്രതികാരല്ലേ, ആ സീഡി ഒന്ന് ഇട്ട് കാണാൻ പറയേണ്ടി വരും. അതിലെങ്ങാനും തൊട്ടാ അതിന്റെ കഴിഞ്ഞ വെട്ടുന്നറിയില്ല. സത്യം, അതായിരിക്കും നല്ലത്. സീസണിലൊക്കെ കയറി പിടിച്ചാൽ അതും ആ സാധനമൊക്കെ അമൽ നീരദ് സ്റ്റൈലിലേക്ക് മേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് ആവും, വ്യത്യസ്ത. എന്തിനാണ് പുതിയ പരിപാടി? അതിന്റെ ആവശ്യം എന്താണ്? അതവിടെ എന്താ പറയാ, ബെസ്റ്റ് ആയിട്ട് അവിടെ കിടക്കുന്ന സാധനമല്ലേ. മമ്മൂക്കക്ക് ഇതുപോലെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതായത് രഞ്ജിത്തിനോട് പലതവണ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അതായത് അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ പഴയ പടം സക്രിയ ക്യാരക്ടറില്ലേ, അത് ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ സിനിമ റീമേക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും. എന്തിൻ്റെ കേടാണതൊക്കെ, ഇതൊക്കെ എന്തിൻ്റെ കുഴപ്പമാണിത്? ഇതൊക്കെ അവിടെ നിന്നോട്ടെ, പരിപാടി പിള്ളേർ പുതിയ കഥയായിട്ട് നടക്കുന്നുണ്ട്, അതൊക്കെ വിളിച്ച് ചെയ്യേ. അല്ല പിന്നെ എത്രണം, അല്ലെങ്കിൽ അത് റീ റിലീസ് ചെയ്തോളൂ. അതെ, അത്ര കാണാൻ നിർബന്ധമാണെന്നുണ്ടെങ്കിൽ റീ റിലീസ് ചെയ്താൽ മതിയല്ലോ. അടുത്തത് മെഗാ 157 സിനിമയുടെ 3rd ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അനിൽ രവിപ്പൊടിയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. മെഗാസ്റ്റാർ ചിരഞ്ജീവി ഗാരു നായകനാവുന്നു. നയൻതാര പ്രധാന വേഷത്തിലുണ്ട്. ഓക്കെ, ഇതൊക്കെ അല്ലേ ഇതിനെക്കുറിച്ച്. അടുത്തത് കൂടുതലൊന്നും വേണ്ടെന്ന് പറഞ്ഞല്ലേ. കൂടുതൽ എന്തിനാലേ, 2 മെഗാ വരുന്നുണ്ടല്ലോ. ലേഡി സൂപ്പർ സ്റ്റാർ അല്ല അത്. വാവ്, കറുപ്പ് സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. അതായത് ഈ സിനിമ RJ ബാലാജി ദളപതി വിജയോട് പറഞ്ഞാണ്. എന്നിട്ട് ആൾക്ക് കഥ ഇഷ്ടപ്പെട്ടു, ചെയ്യാനിരുന്നതാണ്. പിന്നീട് ചെറിയൊരു പ്രശ്നം വന്നു, അതായത് പൊളിറ്റിക്കലി എന്തോ ചില ഇഷ്യൂ കാരണം ഇത് ആൾ പിന്മാറി ഇതിൽ നിന്ന്. ദളപതി 69 ആയിട്ട് വരേണ്ടതായിരുന്നു. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ, ബാലാജി സിനിമ ദളപതി 69 ആയിട്ട് വരുമായിരിക്കും എന്നുള്ളത്. അപ്പൊ അത് സത്യം തന്നെയായിരുന്നു. അത് സത്യം തന്നെയായിരുന്നു. അപ്ഡേഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള അന്നൊന്നും ഈ രാഷ്ട്രീയത്തിലേക്ക് പോകണമില്ല. അല്ല, ഇപ്പൊ ഈ ഇതിന്റെ ടീച്ചർ ഒന്നല്ലോ, ആ ടീച്ചറും ഇപ്പൊ ഈ ന്യൂസും കൂടി ചേർത്ത് വെച്ച് വായിക്കുമ്പോഴേ കറക്റ്റ്. അതായത് വിജയിന്റെ സ്റ്റൈലിലാണ് ഇത് ചെയ്തു വെച്ചിട്ടുള്ളത്. ഇപ്പൊ സൂര്യയുടെ സ്റ്റൈലേ അല്ല. അത് ഇന്നലെ കണ്ടപ്പോ തോന്നിയില്ലേ? സൂര്യ ഈ സ്റ്റൈലിൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു സിംഗം പരിപാടി മാത്രമേ ഉള്ളൂ. സിംഗം കുറച്ച് കൂടുതലായിരുന്നു. അല്ല, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. സംഘം ചേർന്ന് ആക്രമിക്കുക. അതെ, ഇന്ന് ഭയങ്കര പ്രാസാണല്ലോ. അത് എങ്ങനെയാണല്ലോ കറക്റ്റ് കിട്ടുന്നുണ്ടല്ലേ? കറക്റ്റ് ആണോ ഞങ്ങൾ തീരുമാനിച്ചോളാം. നീ പറയുന്നുണ്ട്, നല്ലപോലെ വായിൽ വരുന്നുണ്ട്. അല്ലേ, ഈ ഇപ്പൊ ഈ കറുപ്പ് സിനിമയുടെ ടീസർ വന്നപ്പോഴേ എനിക്ക് ചോദിക്കാൻ തോന്നിയൊരു സാധനമാണ്. നമ്മുടെ ഷാറൂഖ് ഖാന്റെ റെഡ് ചില്ലീസ് ഇല്ലേ, അവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ട് ഇതില്? റെഡ് ചില്ലീസ് ഫാറിന് നടക്കുന്നുണ്ട് എപ്പോഴും. അയ്യോ, എനിക്കൊരു പ്രൊമോഷൻ. നൈസായിട്ട്. അടുത്തത് ഐ ആം ഗെയിം സിനിമ ഓഗസ്റ്റില് കൊച്ചിയിലെ ഷെഡ്യൂളിൽ DQ ജോയിൻ ചെയ്യും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. അതിന് മുന്നായിട്ടൊരു ചെറിയ ഷെഡ്യൂളുണ്ട് തിരുവനന്തപുരത്ത് വെച്ച്. ഇതാണ് കണ്ടന്റ് അല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഏതാണ്ട് അറിഞ്ഞതായിരിക്കും. അതെ, അത് കഴിഞ്ഞിട്ടാണ് ഓഗസ്റ്റിലെ ഷെഡ്യൂൾ. എന്തായാലും നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്, ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമ. ഇതിൽ അതായത് ഒരു ഫിക്ഷൻ പരിപാടി ഉണ്ടല്ലോ. ഉണ്ട്. അതെന്താവും എന്നുള്ളത് കണ്ടെന്നറിയാം, കാണാം, കണ്ടറിയാം. നീ എന്താ ഞാൻ ഓരോ അക്ഷരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ, എം ഉണ്ടാക്കിയേ, എം ഉണ്ടാക്കടാ. നിനക്കുള്ളതാ. ഇവിടെ കീഴ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ മനസ്സിലായോ? അതിന്റെ അടിയിലൂടെ നീ ഞാൻ വേണ്ട പറയുന്നില്ല, സംസ്കാരം അതുകൊണ്ട് ഞാൻ പറയുന്നില്ല.
അതായത് ഒരാൾ എറിഞ്ഞ പന്ത് പിടിച്ചെറിയരുത്. അത് വേറെ രീതിയിൽ എനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ വേറൊരു സാധനം യൂസ് ചെയ്തേനെ. ആ അപ്പോൾ ഇവിടെ കിഴി ചെയ്യാൻ വന്നിരിക്കുമ്പോൾ കിഴി ഇരുന്ന് ചെയ്തോളണം, അല്ലാതെ അതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുപോയിട്ടേ. അതെ, ഇനി അജയ് ദേവ്ഗണിന്റെ വല്ല ബാധയും കയറിയോ? വിരലും കൊണ്ട് അഭിനയിച്ചോണ്ടിരിക്കുകയാണ്. ഡാൻസ് ഇതിന്റെ അപ്പുറം പ്രാസം ഒപ്പിച്ച് ഞാൻ തിരിച്ചു തരും, ഓർത്ത് വെച്ചോണം. അതൊക്കെ ഓക്കെ, പക്ഷെ ഈ കാര്യത്തിന് വിട്ടുവീഴ്ചല്ല. അല്ല, കിഴിക്ക് ഒരു പ്രാധാന്യം ഇല്ലാതെ അല്ല, കിഴിയുടെ പ്രാധാന്യം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിങ്ങനെ ഞാൻ എവിടെയോ മിസ്സായി പോയി. അപ്പൊ ഞാൻ ഉണ്ടില് പോയതാ, വൈബുണ്ടിയില്. അപ്പൊ ഞാൻ ആ മിസ്സായ സാധനം ഒന്ന് അപ്പൊ ഏതല്ലേ വേണ്ടത്, കെ അല്ലേ, അതിലതല്ലേ മിസ്സായത്. ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഒരു അക്ഷരം ഉണ്ടാക്കിട്ടോ, അതാണ്ട് ഞാൻ ഇമാരി ആഭാസത്തിലൊന്നും വിളിച്ചു പറഞ്ഞിട്ടില്ല. ഈ കിഴി ഈ കിഴി ഇതാണ് വൃത്തിയായിട്ടവൻ, അല്ലെങ്കിൽ കഴിഞ്ഞു, സർട്ടിഫിക്കറ്റ് കിട്ടി. ഓക്കെ, അടുത്ത കിഴി എടുത്തു. അയ്യോ തളർന്ന്. ഓക്കെ, വേണ്ട ഭണ്ഡാരം, നീ കയ്യിൽ പിടിച്ചു നീ അടുത്ത എന്തെങ്കിലുമൊക്കെ വരും. മെഗാസ്റ്റാർ എന്ന് വേറെ ആരെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് അടിച്ച് തരും, കേസ് വരും. ആരാ? മെഗാസ്റ്റാർ ചിരഞ്ജീവികാരും. അറിഞ്ഞിട്ടില്ലായിരുന്നോ? ആ, അതുപോലെ ഇതുപോലെ എന്തുകൊണ്ട് എന്തെങ്കിലും സ്റ്റെപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അജയ് ദേവ്ഗൺ കോപ്പിറൈറ്റ്. ഞാൻ കൈ അടക്കി വെച്ച് മര്യാദക്ക് ഇരിക്കാം, നീ കിഴി എടുക്കുമ്പോൾ എടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനത്തെ ടഫ് സ്റ്റെപ്പൊക്കെ അത് അജയ് ദേവ്ഗൺ. അതാണ് നമുക്ക്, നമ്മൾ വെറുതെ എന്തിനാ കയ്യും കാലും ഒക്കെ കുരുക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനാ? കയ്യൊക്കെ എടുത്ത് പോകുമല്ലോ ദൈവം. ഓക്കെ, നീ വാ കൊണ്ട് പറഞ്ഞാൽ മതി, കൈ കൊണ്ട് പറയണ്ട. ക്വസ്റ്റ്യൻ പറയാം. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അരവിന്ദ് A1V. ചോദ്യം: തമിഴിൽ ഒരേ സമയം വിജയ്, സൂര്യ, അജിത്, ധനുഷ്, വിക്രം സിനിമകൾ റിലീസായി. ഇത് ഏത് സിനിമക്ക് നിങ്ങൾ പോവും? വിജയ് സിനിമയ്ക്ക്. രണ്ടാളും കൂടി ഒറ്റ സിനിമക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ. എങ്കിൽ ആരുടെ പടത്തിന് പോകും? ദളപതി വിജയ് സിനിമ. ഇതിൽ ആദ്യം തിരഞ്ഞെടുക്കാതാണ്, കാരണം ഏറ്റവും കൂടുതൽ വ്യൂസ് അതിനായിരിക്കും, ഏറ്റവും കൂടുതൽ റീച്ച് ഉണ്ടാവുന്നത് അതിനായിരിക്കും. പിന്നെ ഈ ഒരു സംഭവം സംഭവിക്കാൻ പോകുന്നില്ലാത്തതുകൊണ്ട് ഒരു സമാധാനമുണ്ട്. ഒരിക്കലും നടക്കൂല, അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ സംഭവം. പിന്നെ ഇനി ഞങ്ങൾ ചാനൽ ഇല്ലാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ ഈ ചോദ്യം അങ്ങനെയും ഉൾപ്പെടുത്താം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആ സമയത്ത് ഹൈപ്പുള്ളത് ഏത്, ഏറ്റവും കൂടുതൽ നമുക്ക് പ്രതീക്ഷ തോന്നുമല്ലോ, ഇത് കാണണമെന്നുള്ളൊരു മനസ്സ് തോന്നുന്നൊരു സിനിമ ഉണ്ടാവില്ലേ, അതിന് പോകും. അതാരതാന്ന് നോക്കുന്നില്ല, അത്രേ ഉള്ളൂ. എടുത്തോ, കടിച്ചെടുക്കടാ. കിട്ടി എന്ത്? അപ്പോഴും ചെറിയ പ്രശ്നമുണ്ടേ, കൈയോടെ കെട്ടിയിട്ട് കടിച്ചെടുത്ത് കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. അപ്പൊ അടുത്ത ആള് വരും കോപ്പിറൈറ്റ് കേട്ടുകാരാ, അല്ലു അർജുൻ. അത് പുഷ്പാറ്റു, അത് എന്റേതാണെന്ന് എങ്ങനെ നോക്കിയാലും ജീവിക്കാൻ സമ്മതിക്കൂല. അടുത്തത് സ്പിരിറ്റ്. സ്പിരിറ്റ് സിനിമയുടെ സ്ക്രിപ്റ്റ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സിനിമയുടെ ഷൂട്ട് മെക്സിക്കോയിൽ സെപ്റ്റംബറിൽ തുടങ്ങാൻ ഉള്ള പ്ലാനിങ് ആണ്. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ്, അതായത് ബ്രേക്ക് ഉണ്ടാവില്ല എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഇതിന്റെ കംപ്ലീറ്റ് ആയിരുന്നോ? സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിരുന്നു, അതായത് എന്ത് ഫുൾ ഫൈനൽ ഡ്രാഫ്റ്റ് ഇപ്പോഴേ ആവുന്നുള്ളൂ. പിന്നല്ലാണ്ട് അത് കഴിഞ്ഞ പ്രാവശ്യം സ്ക്രിപ്റ്റ് ചെയ്തോണ്ടിരിക്കാന്നല്ലേ, അത് കംപ്ലീറ്റ് ആയി. ഇനി സെപ്റ്റംബറിൽ ഷൂട്ട് തുടങ്ങാൻ പോവാണെന്ന്. ജൂലൈ ആയി, ഒരു മാസമേ ഉള്ളൂ. അപ്പൊ ഈ ഫൈനൽ സ്ക്രിപ്റ്റ് ഇല്ലാതെയാണ് നമ്മുടെ ഡോളിയോടും പ്രഭാസിനോടും കഥ പറഞ്ഞല്ലേ? കഥ പറഞ്ഞു കൊടുക്കുന്നതല്ലേ, നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഈ സാധനമാണ്. പിന്നെ ഇതൊക്കെ പിന്നെ പറയുമ്പോ എങ്ങനെയായിരിക്കും, പേപ്പറിൽ എഴുതുമ്പോ അങ്ങനെ ആയിരിക്കില്ല. അതെ, പല സംഭവങ്ങളും, അതെ, പല സീനുകളും അത് പ്രഭാസിനുള്ളതായിരിക്കും. ഡോൺലിനെ കൊണ്ടുവരികയാണെങ്കിൽ ചുമ്മാക്കി അതായത് ഡോൺലിക്ക് വെച്ചത് പ്രഭാസ് കൊണ്ടുപോയത്. കൈ ഒരുമിച്ച് വെച്ചാൽ ഭയങ്കര പണിയാട്ടോ. എന്തത് പ്രശ്നം? ഭയങ്കര പ്രശ്നം. ഞാൻ ഭയങ്കര കൈകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഞാൻ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തു പോകുന്നു. ഓക്കെ, വൃത്തിയായിട്ട് അവനെ കൊണ്ട് കുടിക്കല. ദൃശ്യം 3 സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. എന്തായിരുന്നു ഇതിന്റെ അപ്ഡേറ്റ്? ഇത് 13+ ആണ് കേട്ടോ ഈ എപ്പിസോഡ്.
എന്താണ് നീ ചോദിച്ചേ? ഞാൻ തിരിച്ചു വരട്ടെ. സെപ്റ്റംബർ 16 ഇതിന്റെ ഷൂട്ട് പറഞ്ഞിരുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് 16 സെപ്റ്റംബർ 15 ഷൂട്ട് തുറന്നു എന്നുള്ളതാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ, പുതിയ അപ്ഡേഷൻ വന്നതാണ് സെപ്റ്റംബർ 15 അടിപൊളി. ഞാൻ ഈ വാ തുറക്കുന്നില്ല, കൈ ഇളക്കാതിരിക്കുന്നത് പോലെ തന്നെ ഞാൻ നാവ് ഇളക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്റെ മോനെ. സൂ ഫ്രം സുനോ. സ്നോന്ന് സുനോന്ന് സുനോ. കേട്ടില്ലേ? സുനോ അല്ല, ഞങ്ങള് കൊറേ കേട്ടത്, എന്തൊക്കെ കേട്ടു. സൂ ഫ്രം സോ, സൂ ഫ്രം സോ ആണ് പേര്. സുനോ എന്താണെങ്കിലും സിനിമയുടെ ട്രെയിലർ ഇന്ന് 5 മണിക്ക്, ഇന്ന് 5 മണിക്ക് പുറത്തു വരുന്നുണ്ട്. മമ്മൂട്ടി കമ്പനിയും വേഫെയറും പുറത്തു വിടുന്നത്. രാജ്വി ഷെട്ടി പ്രധാന വേഷത്തിൽ എത്തുന്ന ഒരു സിനിമയാണ്. രാജ്വി ഷെട്ടിയുടെ പേരിൽ ഈ സിനിമ എന്തായാലും ഒരിക്കലും മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല. JP തുമീസ് ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. 3ാമത്തേലാണ് ഞാൻ അതൊന്ന് ഒപ്പിച്ചെടുത്ത്. സമ്മതിക്കണ്ട അതിന് പറയാൻ. ഓക്കെ, അടുത്തേക്ക് അടുത്തത് മാരീഷൻ. മാരീഷൻ സിനിമയുടെ റിലീസ് ഡേറ്റ് നാളെയാണ്. അതായത് ജൂലൈ 25 സിനിമ റിലീസിനെത്തും. ഫഹദ് ഫാസിൽ നായകനാവുന്ന സിനിമ, കൂടെ വടിവേലും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് കേട്ടോ. ഈ സിനിമയുടെ ഒരു പ്രീമിയർ നടന്നിട്ടുണ്ടായിരുന്നു. വളരെ മികച്ച അഭിപ്രായമാണ് വരുന്നത്. കമൽഹാസനൊക്കെ വളരെ മികച്ച അഭിപ്രായം എഴുതിയിട്ടുണ്ട്. ശരി, ഞാൻ പോവാ, അല്ല ഞങ്ങൾ പോവാ. എന്നെയും കൊണ്ടോ?